Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അപ്പം പ്ലം കേക്കിൻ്റെ ഒക്കെ കാലമല്ലേ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്കായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനു മുന്നേ ഞാൻ നല്ലൊരു എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഡേറ്റ്സ് പ്ലം കേക്കാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം. അതിനായിട്ട് ഒരു 1.5 കപ്പ് ഡേറ്റ്സ് ഞാൻ കുരയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർക്കുക. ഇനി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെക്കണം. നന്നായിട്ട് ഡേറ്റ്സൊക്കെ ഒന്ന് സോക്കായി വരുന്നത് വരെ ഇതിങ്ങനെ മൂടി വെച്ച് മാറ്റി വെക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് സിന്നമൺ പൗഡർ കട്ട പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലാക്ക് റൈസിൻസ് കുറച്ചിടുക. പിന്നെ കുറച്ച് നട്ട്സും, ഞാനിവിടെ ആൽമണ്ടും കാഷ്യൂം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. വാൾനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ യോജിപ്പിച്ച് വെച്ച ഫ്ലോറിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം എടുത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ കേക്കിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഫ്രൂട്ട്സ് പോയി നിൽക്കും. ഇങ്ങനെ മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് കേക്കിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം അങ്ങ് കേക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് പോയി നിൽക്കും. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്ത് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളർ മാറുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് കാരമൽ സിറപ്പാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്ത് ബാക്കി ഇനി ഇതൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കാരമൽ സിറപ്പ് റെഡിയാകും. ഏകദേശം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ ഷുഗറൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടാകുന്ന വരെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു എഗ്ഗ് കൂടി ചേർത്ത് ഒന്നുകൂടി ഇത് അടിച്ചെടുക്കാം. എഗ്ഗ് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കാരമൽ സിറപ്പ് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് എഗ്ഗ് മിക്സ്ചറിലേക്ക് ഒഴിച്ച് ഈ ഡേറ്റ്സ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഡേറ്റ്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ കുറച്ചായിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കണം.
ഇങ്ങനെ ഒരു സ്പാച്ചുല വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഫ്ലോർ മുഴുവനായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അതുകൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും. കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, സ്റ്റൗവിലാണ്. ഇതിനി ഇങ്ങനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു വലിയ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. അതിലേക്ക് ബേക്കിംഗ് ടിന്നും വെച്ച് പാത്രം ഒന്ന് മൂടിയിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 50 മിനിറ്റ് എടുത്തു ഇത് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒരു 45-50 മിനിറ്റ് ആകുമ്പോൾ പാത്രം ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ടിങ്ങനെ ഒരു സ്റ്റിക്ക് എടുത്ത് കുത്തി നോക്കുക. അപ്പം ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ വെന്ത് വരുന്നത് വരെ ചെറിയ തീയിലിത് ബേക്ക് ചെയ്യാൻ വെക്കുക. കേക്കൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണിത്. ഞാൻ ചെറിയൊരു ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ഫ്രൂട്ട് കേക്കിൽ കുറച്ച് ഷുഗർ പൗഡറും മിൻറ്റ് ലീഫും ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.